ഇന്ന് ലാസ്റ്റ് ഡേയുടെ ഇൻസൈഡിലായിരുന്നു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആദ്യത്തെ 3 ക്യാൻഡിൽ അല്ലെങ്കിൽ 4 ക്യാൻഡിൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബൈയിങ് പ്രഷർ ക്യാൻഡിൽസ് ആയിരുന്നു. ആ ഒരു ടൈമിൽ എങ്ങനെ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കണം എന്നുള്ളത് ലൈവിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മൊമെന്റം എങ്ങനെ ക്യാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ തന്നെ എന്താണ് ബിയർ കോൾ സ്പ്രെഡ്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ആ ഒരു ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി കമ്മിങ് ഡേയ്സിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിന്റെ താഴെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇറങ്ങണം. ഈ ഒരു റേഞ്ചിന് താഴെ മാർക്കറ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സെൽ സൈഡിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ താഴെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലും കൂടെ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ പ്രോപ്പർ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഹായ് ഓൾ, ഇറ്റ്സ് മീ അഹമ്മദ് അസറുദ്ദീൻ ഫ്രം ട്രേഡ്മാക്സ് അക്കാഡമി. അങ്ങനെ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ അത്യാവശ്യം സൂപ്പർവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞു. കാരണം നല്ല രീതിയിൽ മീൻസ് ഇന്ന് ലാസ്റ്റ് ഡേയുടെ ഇൻസൈഡിലായിരുന്നു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആദ്യത്തെ 3 ക്യാൻഡിൽ അല്ലെങ്കിൽ 4 ക്യാൻഡിൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബൈയിങ് പ്രഷർ ക്യാൻഡിൽസ് ആയിരുന്നു. അപ്പോൾ പലപ്പോഴും ലൈവിലുള്ള സമയത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കോൾ സൈഡ് ബൈ ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലോട്ടല്ലേ പോകുന്നേ, ട്രേഡ് എടുക്കാമെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു ടൈമിൽ എങ്ങനെ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കണം എന്നുള്ളത് ലൈവിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മൊമെന്റം എങ്ങനെ ക്യാച്ച് ചെയ്യുക, ആ ഒരു പോർഷൻസ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിൽ എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യണം, ഏത് മൂവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുക എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഏകദേശം ഒരു 10 മണിക്ക് ശേഷം, റൈറ്റ്, യെസ്, ഒരു 10-10:15 ശേഷമാണ് നമുക്ക് നമ്മളുടേതായ വ്യൂവിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും ഏകദേശം ലൈവ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മൾക്ക് ഇറങ്ങുന്ന ഒരു സിനാരിയോ, അത്യാവശ്യം നല്ല ഒരു പോയിന്റ്സ് ക്യാച്ച് ചെയ്ത് ഏകദേശം അറൗണ്ട് 10-50 പോയിന്റ് സംതിങ് അറൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയിൽ മാത്രം നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ തന്നെ എന്താണ് ബിയർ കോൾ സ്പ്രെഡ്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ആ ഒരു ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ കറൻ്റ്ലി എന്താണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത്, ഇനി കമ്മിങ് ഡേയ്സിൽ എങ്ങനെ നമ്മൾ ഈ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് പോകണം എന്നൊരു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസൈഡ് ലാസ്റ്റ് ഡേയുടെ ഇൻസൈഡിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലെവൽ നിങ്ങൾ ഇതിൻ്റെ തലേ ദിവസത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ എത്തട്ടെ, അവിടെ നിന്ന് നല്ലൊരു ബ്രേക്കിംഗ് തരട്ടെ, എന്നിട്ട് ട്രേഡ് എടുത്താൽ മതി. അതുവരയ്ക്കും നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു വ്യൂ ആയിരുന്നു നമ്മൾ കീപ്പ് ചെയ്തത്. ഫൈനലി ആ ഒരു പോയിന്റിലേക്ക് എത്തി. പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ കൺഫർമേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ലേറ്റർ ഒരു സെല്ലിംഗ് പ്രഷർ ക്യാൻഡിൽ നമുക്ക് കാണുന്നു. ഫോളോ അപ്പ് ക്യാൻഡിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. അതിൻ്റെ ബേസിൽ നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തു. ആ ഒരു ദിവസത്തിൻ്റെ ഡേ ലോ ഏകദേശം 1:3 എന്ന് പറയുന്നതാണ് നമ്മൾ ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്തത്. ആ 1:3 എന്ന് പറയുന്ന ടാർഗറ്റ് നല്ല സുഖമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കമ്മിങ് ഡേയ്സിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് താഴെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇറങ്ങണം. ഈ ഒരു റേഞ്ചിന് താഴെ മാർക്കറ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സെൽ സൈഡിൽ തന്നെ ഫോക്കസ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറയാറുള്ള വേറൊരു കാര്യം, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. ഈ ഡൗൺ ട്രെൻഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബെയറിഷ് റോഡ് അല്ലെങ്കിൽ PE സൈഡാണ്. ഈ ഒരു വ്യൂവോട് കൂടി ട്രേഡ് ചെയ്യാൻ നോക്കുക. പലരും കോൾ സൈഡ് ട്രേഡ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറ് ട്രെൻഡിന്റെ കൂടെ എപ്പോഴും ട്രേഡ് ചെയ്യാൻ നോക്കണം. സോ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ടില്ല. ബുള്ളിഷ് ആകുന്ന സമയത്ത് നമുക്ക് അപ് ട്രെൻഡിൽ നോക്കാം. അതുവരേക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബെയറിഷ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലുള്ള ട്രേഡ്സ് ആണ്. ഓക്കെ, ഫൈനലി ഈ ഒരു ലെവൽ നാളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ല ടാർഗറ്റ്സ് ഏകദേശം താഴെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഏകദേശം സെക്കൻഡ് ടാർഗറ്റും മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഈ ഒരു പോയിന്റും നല്ലൊരു റിയാക്ഷൻ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 24,350 എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു വീക്ക് കൊണ്ട് റീച്ച് ചെയ്യുമോ ഇല്ലയോ നോക്കാം. അതോടൊപ്പം തന്നെ ഒരു ബിയർ കോൾ സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നാളെ അതിൻ്റെ എക്സ്പയറി ആണ്. ആ എക്സ്പയറി നല്ല ഒരു പ്രോഫിറ്റിൽ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു $3,500 എന്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാച്ച് ചെയ്തിട്ടുണ്ട്. നാളെയും ഇതുപോലെ തന്നെ ഡൗണിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ അതും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, തരുന്നതായിരിക്കും.
ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും സെയിം റിയാക്ഷൻ തന്നെയാണ്. ഏകദേശം ലാസ്റ്റ് ഡേയുടെ ഉള്ളിലാണ് ഏകദേശം ഈ ഒരു പോർഷൻസ് നിന്ന് റിജക്റ്റ് ചെയ്യുന്നു. ആ റിജക്ഷനിൽ നിന്ന് നല്ലൊരു പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം, മീൻസ് അത് ക്യാച്ച് ചെയ്തവരും ഉണ്ടാവാം. ഏകദേശം ഞാൻ നിഫ്റ്റിയിലാണ് ഫോക്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, ഏകദേശം ആ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഇനി കമ്മിങ് ഡേയ്സിൽ ഈ ഒരു ലോവിൻ്റെ താഴെ എന്ത് ചെയ്യാണ് മാർക്കറ്റ് നിൽക്കുകയാണ്. ഈ ഒരു ലോവിൻ്റെ താഴെ മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോ പോയിന്റിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു ഹൈ പോയിന്റിന്റെയും ബിറ്റ്വീനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എവിടെ നിന്നാണ് നമുക്ക് പ്രോപ്പർ റിജക്ഷൻ ക്യാൻഡിൽ കൺഫർമേഷൻസ് വരുന്നത്, അവിടെ നിന്ന് നമുക്ക് സെൽ സൈഡിലേക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് ഫോക്കസ് ചെയ്യാം. ഏകദേശം നല്ല രീതിയിൽ താഴോട്ട് ഓപ്പർച്യൂണിറ്റീസ്, യാസ് ഗുഡ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ടാർഗറ്റ്സ് നമുക്ക് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സോ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയും കണ്ടിന്യൂസ്ലി ഒരു സെല്ലിംഗ് പ്രഷറാണ്. ഈ FASDA സ്റ്റിൽ എന്ത് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിഡ്രോവൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റിയാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റിൽ അവിടെ എന്ത് ചെയ്യാണ്, താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും താഴോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മെയിൻ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന റിയാക്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ലൈവിൽ ഈ ഒരു പോയിന്റ്സിൽ എങ്ങനെയാണോ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. എനിവേ സ്പിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സെയിം, ഇവർ 4 പേരും ഏകദേശം സെയിം രീതിയിലാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരുടെയും ഈ ഒരു ലോ പോയിന്റ് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാൽ മതി. സെൻസെക്സും സെയിം തന്നെയാണ്. ഈ ഒരു ലെവലിന്റെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. അവിടെ ലെവൽസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലും കൂടെ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ പ്രോപ്പർ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈവ് മാർക്കറ്റും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്, അവിടെ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഫൈനലി മാരുതി സുസുക്കി എന്ന് പറയുന്ന സ്റ്റോക്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്കറിയാം ഈ ഒരു ക്യാൻഡലിന്റെ ഹൈയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് നമ്മൾ SL കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കമ്മിങ് ഡേയ്സിൽ നമുക്കിത് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. ഏകദേശം 400 സംതിങ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. കമ്മിങ് ഡേയ്സും ഇത് താഴോട്ട് തന്നെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് മേ ബി നാളെ ഇല്ലെങ്കിൽ ഈ വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇൻ മാരുതി സുസുക്കി. സോ അതെന്ത് ചെയ്യാം നോക്കുക. അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ട്രേഡ്സ് എല്ലാം നമുക്ക് ലൈവിൽ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാമാണ് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസും ഇനി വരാൻ പോകുന്ന ലെവൽസും. സോ ആ ഒരു കൺവിക്ഷനും ആ ഒരു പ്രോപ്പർ വ്യൂവോട് കൂടി ട്രേഡ് ചെയ്യാൻ നോക്കുക. പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ സ്പ്രെഡ് ഈസ് മോർ ദാൻ ഇനഫ്. അല്ല റിസ്ക് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നേക്കഡ് ബൈയും നേക്കഡ് സെല്ലും ചെയ്യാം. എപ്പോൾ പ്രോപ്പർ ആയിട്ട് ഒരു മാർക്കറ്റ് ഡയറക്ഷൻ വരുന്ന സമയത്ത് മാത്രം. ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം ട്രേഡ് എടുക്കാനുള്ള റീസൺസ് നോക്കുന്ന സമയത്ത് എനിക്ക് ട്രേഡ് കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ എടുക്കാതിരിക്കാനുള്ള റീസൺസ് ആണ് ഞാൻ പലപ്പോഴും നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ട്രേഡ്സ് വേണമെന്നൊന്നുമില്ല, കിട്ടുന്ന ട്രേഡ് നല്ലൊരു ട്രേഡ് ആയാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് ഫോളോ ചെയ്യുക, ലൈവും ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനോടും ഈ ഒരു ചാനൽ എത്തിക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്, ഡൺ ഫോർ ദ ഡേ. താങ്ക് യു ഓൾ.